ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്നൊരു സാഡ് മൂഡിലാണ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കൺഫസ് ആയിട്ടാണ്. ഓ, ആ കൺഫെഷൻ. ഓക്കെ. നിങ്ങൾക്ക് ആദ്യമേ പറയാനുള്ളത്, ഹേറ്റ് അടിക്കാൻ മാത്രം പാടില്ല. അതായത് നിങ്ങൾ ഹെയ്റ്റ് അടിക്കാൻ പാടില്ല. ഈ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്കൊരു വളരെ സങ്കടത്തോടെ എടുക്കുന്നൊരു വീഡിയോ ആണ്. കാരണം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ളൊരു കുറ്റബോധത്തിൽ ഇത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സറണ്ടർ ചെയ്യുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലോട്ട് പോയിട്ട് അറിയാം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് കാർ പാർക്കിംഗ് ആണ്. ബാക്കി അവിടെ ചെന്നിട്ട് കണ്ടു. അപ്പം ഇറ്റ്സ് മീ യുവർ ക്രാസോ. ഇറ്റ്സ് മീ യുവർ നെക്സ്ട്രോ. Let's go to the video. നിസ്സാരം നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ. ഹലോ ഗേസ്, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വലിയൊരു സാഡ് വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ പുഷപ്പ് ഒക്കെ എടുക്കുന്നത് നിർത്തട്ടെ. അപ്പൊ ഞാൻ നിർത്തി. നെക്സ്റ്റ് കാര്യം നമുക്ക് അപ്പൊ ഗേസ്, എന്റെ BMW മൊത്തം ചെളിയാണ്. അത് നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇത് എന്റെ ഐക്യൂലെ 5ാമത്തെ വീഡിയോ കണ്ടാണ് ഐക്യൂല് എടുക്കുന്ന. അപ്പം അതിന്റെ ഒരു പ്രത്യേകത വെച്ചെടുക്കും. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നെക്സ്റ്റോടെ സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. കാരണം ഈ വീഡിയോ നമ്മള് അത്രയ്ക്ക് ധൃതിയിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ്. അല്ലേ? ഞങ്ങൾക്ക് തീരെ സമയമില്ല. 10:55 AM ഞങ്ങൾ എടുക്കണം. അപ്പൊ ഇത് എപ്പോ ഇറങ്ങുന്നൊന്നും അറിയാൻ വയ്യ. ഇത് ചിലപ്പോ ഒരു 5 മിനിറ്റ് തികച്ചു കാണത്തില്ല, 2 മിനിറ്റ് തികച്ചു കാണുന്ന വീഡിയോ ആണോന്ന് പോലും അറിഞ്ഞൂടാ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു കൺഫ്യൂസ് നടത്താൻ പോവുകയാണ്. ഞങ്ങൾ ഇത്രയും കാലം കളിച്ചുകൊണ്ടിരുന്നത് കാർ പാർക്കിംഗ് മോഡഡ് ആയിരുന്നു. ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഞങ്ങക്ക് വേറെ വഴിയില്ലായിരുന്നു. അപ്പം പിന്നെ കണ്ടുവരുമ്പോ ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ കാർ പാർക്കിംഗ് വീഡിയോസ് എടുക്കാൻ ഒരു കൊതിയായിരുന്നു. പക്ഷെ നല്ല കാറില്ലാത്ത കാരണം ആരും തിരിഞ്ഞു നോക്കില്ല വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ മോഡിന് വഴി പോവേണ്ടി വന്നു. പ്രോമിസ് ചെയ്യാണ് ഗൈസ്, ഇനി ഞങ്ങൾ മോഡോട് വഴി പോകത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളോട് വെറുപ്പ് തോന്നി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തന്നെ അതങ്ങ് ഡിലീറ്റ്. പുതിയൊരു ഗെയിം തുടങ്ങി. ഇതാ എന്റെ വണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്ന 1.5 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. അപ്പൊ ഞങ്ങളുടെ കയ്യില് 1 lakh എടുക്കാൻ പറ്റുമെന്നാണ്. 1 lakh ഒക്കെ നമ്മുടെ സിമ്പിൾ ആയിട്ട് പോകും. 1 lakh ഒക്കെ നമ്മുടെ സിമ്പിൾ ആയിട്ട് പോകും. പക്ഷെ പെർമനന്റ് ആയിട്ട് ഒരിക്കലും നിക്കത്തില്ല. അത് നിങ്ങൾക്ക് അറിയാം. കാർ പാർക്കിംഗ് എന്റെ ആകെ 19,000 സംതിങ്. BMW എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ വേറൊരു BMW ഉണ്ടായിരുന്നു. അതൊക്കെ സ്കാം ചെയ്തോണ്ട് പോയി. സ്കാം ചെയ്തവനെ പൊക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അവനെ നമ്മൾ പണി കൊടുക്കുന്നു. അവനെ നമ്മള് പൊക്കും. നിങ്ങൾ നോക്കൂ, നെക്സ്റ്റോടെ വണ്ടി പ്രോമിസ് ചെയ്യാതെ നമ്മുടെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും എല്ലാം അയച്ചു. നമ്മുടെ റേഞ്ച് റോവർ, ജെറ്റ്, നമ്മുടെ സ്വന്തം ഹണി ബി, എമറാൾഡ് ബി ഞാൻ ഫീൽഡിന് മുമ്പിലാണ് കുറച്ചും കൂടി സങ്കടമായത്. ഞങ്ങള് മോഡിന്റെ പുറകെ പോയി. ഇപ്പം ഞങ്ങൾക്ക് കുറ്റബോധം തോന്നി ഞങ്ങൾ ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഞാൻ ഒരു ചെറിയ സ്റ്റോറി പറയാം, ചെറിയൊരു ബാക്ക് സ്റ്റോറി. ഇത് മെനഞ്ഞാന്നല്ലല്ലോ, മെനഞ്ഞാന്ന് ഇന്നലെ കണ്ടല്ലേ നമ്മള് ഡൗൺലോഡ് ചെയ്ത റിയലി. ബ്രോയുടെ സൗണ്ട് ക്ലിയർ അല്ല, ഒന്നും കൂടെ സംസാരിക്കും ഗൈസ്. സോറി. അപ്പം അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബ്രോ എന്തായാലും മെനഞ്ഞാന്നോ അതിന്റെ ഇന്നലെയോ കൊണ്ട് ആണ് ഇത് ഡൗൺലോഡ് ചെയ്തത്. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തതിന്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ആദ്യമായിട്ട് ഗെയിമിൽ കയറുക. 7:30 ആയപ്പോ എണീറ്റ് ആദ്യം ഗെയിമിൽ കയറി. പിന്നെ കുറച്ചു നേരം കളിച്ചപ്പം എനിക്കൊരു വണ്ടി കിട്ടി, BMW ഫസ്റ്റ് ജെൻ. കാർ പാർക്കിംഗ് ഒറിജിനൽ കളിക്കുന്നവർക്കറിയാം. അപ്പം അവിടെ ഫസ്റ്റ് ജെന്നാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന. ഇതല്ല, ഇതിന്റെ മുമ്പേ ഉള്ള മോഡല്. അത് ഷോർട്ട് ഫിലിമിന് നല്ല വ്യൂസ് ഒക്കെ കിട്ടിയപ്പോ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളങ്ങ് ഇതായി പോയി. പക്ഷെ അത് വെറും ടെമ്പററി വ്യൂസാ. ഞങ്ങക്ക് പെർമനന്റ് വേണം. അതായത് ഞങ്ങൾ നല്ല വഴിയിലൂടെ പോകാൻ തീരുമാനിച്ചു. അപ്പം പിന്നെ ഈ വണ്ടിയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത. ഞങ്ങൾ എത്ര മണിക്കൂറിൽ ഗ്രൈൻഡ് ചെയ്തിട്ടാണെന്നറിയോ ഇത് 2 ഒക്കെ കിട്ടുന്നത്. ഞാൻ 1 ലക്ഷം
ഗയ്സ് ആരോ എനിക്കിത് ജോയിൻ എവിടെ പറയാ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. നാണക്കേടില്ലേ ഒരു പ്രോ പ്ലെയർ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ID. ഞാനിവിടെ തുറന്നു പറയാനൊരു കാര്യം ഞാൻ പറയാം. എനിക്കൊരു നാണമില്ല പറയുന്നതിന്. ഞാൻ ഈ വണ്ടി മേടിക്കാൻ കിട്ടിയ കാശ് തെണ്ടി വാങ്ങിയതാ, കെഞ്ചി വാങ്ങിയതാ കണ്ട റിച്ച് പ്ലേയേഴ്സിന്റെ. എന്നിട്ട് മോഡിഫൈ ചെയ്ത് നെക്സ്ട്രോ എനിക്ക് തന്നതാ ഈ വണ്ടി. പിന്നെ കുറച്ച് ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ നമ്മുടെ കയ്യിൽ 10 കോയിൻ ഉണ്ട്. ശരിക്കും 45 കോയിൻ ഉണ്ടായിരുന്നു. അത് വെച്ചാണ് ഞാൻ കാണിച്ചു തരുന്ന ഇമോട്ട് ഞാൻ വാങ്ങിയത്. എന്റെ ഇപ്പൊ പക്ഷെ 75 കോയിൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കളിച്ചോണ്ടിരുന്ന മോഡലിൽ കോയിൻസ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും ന്യൂബ് ഡ്രസ് ഇട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇനി തൊട്ട് നമ്മള് പവർ ആക്കും ഗയ്സ്. ഇനി കോയിൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഈ പോലെ നമ്മള് വരും. ആദ്യത്തെ നമ്മുടെ ഉദ്ഘാടനം എന്തായിരുന്നു അറിയോ? കോയിൻസ് വെച്ച്. അത് ഇത് തന്നെയായിരുന്നു ഗയ്സ്. ഇമോട്ട് തന്നെയായിരുന്നു ആദ്യത്തെ നമ്മുടെ ഉദ്ഘാടനം. എന്റെ ഇപ്പൊ 75 കോയിൻ ഉണ്ട്. ഇനിയിപ്പം എനിക്കിനി കുറച്ച് ടാസ്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കതൊക്കെ അപ്പൊ ഞങ്ങള് ശനിയാഴ്ച ഈ നെറ്റ് വീക്കെൻഡ് ഉണ്ട്. അതായത് ഡിസംബർ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. നെക്സ്ട്രോയുടെ ബർത്ത്ഡേക്ക്, അതായത് നെക്സ്ട്രോ ബർത്ത്ഡേ ഡിസംബർ 14, എന്റെ ബർത്ത്ഡേ ഫെബ്രുവരി 11. അപ്പൊ ആ 2 ബർത്ത്ഡേയുടെ ഗ്യാപ്പിൽ ഞങ്ങൾക്ക് M5 എടുക്കണം. ഇത് ഞങ്ങളുടെ വാശിയാ അല്ലേ? അപ്പൊ എന്തായാലും M5 എടുക്കണം. അപ്പൊ അത് നമ്മുടെ വാശി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടിയാണ് വെയിറ്റിംഗ് കേസ്. അപ്പൊ നിങ്ങൾ പറയുക, അത് എടുക്കണോ അതോ വേണ്ടയോന്ന്. ഈ വണ്ടിയൊക്കെ അന്ന് മാറും. M5 ഇറക്കി കഴിഞ്ഞുണ്ടല്ലോ പിന്നെ തീ ആയിരിക്കും കേസ്. ഞങ്ങൾ തീന്ന് വെച്ചാ വെറും തീയല്ല, കാട്ടു തീ. ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി. ഒരിക്കലും മോഡൽ കളിച്ച് ഒരു കാര്യവും നമുക്ക് നേടാൻ പറ്റത്തില്ല. അത് മോഡൽ നമുക്ക് ആദ്യത്തെ ഒരു ദിവസം പിറ്റേ ദിവസം കളിക്കുമ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റില് ഞങ്ങള് ക്രാഫ്റ്റ് മറ്റേ ഇതുണ്ടല്ലേ, അതായത് സാധനങ്ങളൊക്കെ ചുമ്മാ കിട്ടുന്ന ആ രീതിയില് ക്രിയേറ്റ് മോഡ്, ആ മോഡ് കളിക്കുന്ന കണക്കെ ഉള്ളായിരുന്നു ഞങ്ങക്ക് മോഡ്. ഇതിന്റെ മോഡിഫിക്കേഷൻ കളിച്ചപ്പോ എളുപ്പമായിരുന്നു തോന്നും. അപ്പൊ ഞങ്ങൾ ഇത്രയും നാളും ക്രിയേറ്റീവ് കളിച്ച് ഞങ്ങളെ പറ്റിച്ചു. ഇനി ഞങ്ങൾ സർവൈവൽ കളിച്ച് ഞങ്ങളെ സത്യമായിട്ടും കാണിക്കാൻ പോവുകയാണ്. ഇത് എന്റെ ഒരു പ്രോമിസ്. ഇനി ഒരിക്കലും ഒരു ഗെയിമിന്റെ മോഡേൺ വെർഷൻ ഞങ്ങൾ കളിക്കുന്നില്ല. നിർത്തി, ഇന്നത്തോടെ നിർത്തി. അതൊക്കെ അത്ര ഉള്ളൂ. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ക്ഷമിക്കുക, ഹേറ്റ് തരരുത്. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം തുറന്നങ്ങ് പറഞ്ഞു. എനിക്കൊരു ഹാപ്പി ബർത്ത്ഡേ താഴെ കമന്റ് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ ഇപ്പോഴേ കമന്റ് ചെയ്യണ്ട ബ്രോ. ഡിസംബർ 14 ഏതെങ്കിലും ഒക്കെ വീഡിയോ നമ്മൾ ഇറക്കുന്നുണ്ടല്ലോ, അപ്പൊ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ശരി. അപ്പൊ നെക്സ്റ്റ് ടാറ്റ ബൈ ബൈ പറഞ്ഞു. അപ്പൊ ഇനി ഞാനും കൂടെ പറയുള്ളൂ, വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ സബ് ചെയ്യാനും പറ്റില്ലേ. നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്തോ. കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് ഹേറ്റ് കാണുമെങ്കിൽ അത് ഡിസ്ലൈക്ക് ചെയ്തോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾക്ക് ലൈക്കും ഡിസ്ലൈക്കും ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ലൈക്കും ഡിസ്ലൈക്കും ഒന്നും വേണ്ട. ഈ ഹേറ്റ് നിങ്ങൾ തരാതിരുന്നിട്ടും പിന്നെ കുറച്ച് വ്യൂസും കൂടെ തന്നാൽ മതി. ഞങ്ങൾ ഹാപ്പി ആവും. പിന്നെ പറ്റുവാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് വിരളനക്കി ഒന്ന് നോണ്ടുക. അപ്പൊ അത് സബ്സ്ക്രൈബ് ആയിക്കോളും കേട്ടോ. നെക്സ്റ്റ് ഭയങ്കര ലോ കണ്ടീഷൻ വോയിസ് ആ, ഒന്നും കേൾക്കാൻ പറ്റില്ല നീ പറയുന്ന. ഹലോ, അപ്പൊ നെക്സ്ട്രോയ്ക്ക് ഭയങ്കര നെറ്റ് ഇഷ്യൂ. നെക്സ്ട്രോയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അങ്ങ് പറയാം. എനിക്ക് പറയാനുള്ള കാര്യം സംഭവം വേറൊന്നുമല്ല. ഹേറ്റ് തരരുത് എന്ന് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക. ഹേറ്റ് തരണമെങ്കിൽ തരാം, വേണമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഞങ്ങളൊന്നും പറയത്തില്ല. ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലേ. അപ്പം പക്ഷേ എന്റെ ചാനലിൽ ഇപ്പൊ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടായിരുന്നു, 130 വരെ. അതിനുശേഷം അവിടെ സ്റ്റക്കായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
നെക്സ്റ്റ് എന്റെ ചാനലിൽ 210 പേര് വീണു. അപ്പൊ നിങ്ങൾ എങ്ങനെയും ഈ എന്റെ 130 സ്റ്റക്ക് മാറ്റി കുറച്ച് റണ്ണവേ ആക്കുക. അതൊരു 150 200 ആക്കാൻ പറ്റുമെങ്കിൽ ആക്കുക. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. ഈ ഒരു ഈ ഒരു കൺഫസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. അപ്പം ഇപ്പൊ തന്നെ നീണ്ടുപോയി. 10 മിനിറ്റ് ആയി. അപ്പം ശരി, ലൈക്ക് ചെയ്യുന്ന ശേഷം ഇറ്റ്സ് മീ ക്ലാസ് സൈനിങ് ഓഫ്.